നമ്മുടെ ചിതാറിന്റെ അടുത്ത വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഐറ്റം വരുന്നത് നല്ലൊരു പീച്ച് കളർ. ഇതിന്റെ കളർ ചാർട്ട് എന്ന് പറയുന്നത് ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. ഇതിങ്ങനെ കാണാൻ തന്നെ ഇങ്ങനെ എടുത്തു വെച്ച് കാണാൻ പറ്റില്ല, നമുക്ക് കൊതിയോ. അത്രയും നല്ല 4 ഷെയ്ഡ്സ്, എല്ലാം ഷെയ്ഡ്സും ഇങ്ങനെ ലൈറ്റ് കളേഴ്സ് ആണ്. എന്നാൽ തീരെ ലൈറ്റ് അല്ല കേട്ടോ, പൗഡർ ടൈപ്പ് ഷെയ്ഡ് അല്ല, കുറച്ചുകൂടെ ഡാർക്കാണ്. പക്ഷേ എല്ലാത്തിൻ്റെയും കളേഴ്സ് ഓരോന്നെടുത്ത് നോക്കിയാൽ നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്ന കളേഴ്സാണ്. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് നല്ല ലൈറ്റ് പീച്ച് കളർ. അതിൻ്റെ അകത്ത് വീനെക്ക് പാറ്റേണിലാണ് നെക്ക് പോർഷൻ പോയേക്കുന്നത്. അതിൽ ഫുള്ള് ഗ്ലാസ് വർക്കിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ചിക്കൻ വർക്കിൻ്റെ ടൈപ്പ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അക്കോവാന്ന് വേണമെങ്കിൽ പറയട്ടോ, ആ ഒരു പാറ്റേണിൻ്റെ ഡിസൈനാണ്. നല്ല തിക്ക് വർക്കാണ്. ഈ പ്രൈസ് റേഞ്ചിന് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഐറ്റമാണ്. ഇത് നെറ്റ് കോട്ട ഫാബ്രിക് ആട്ടോ, അത് കോട്ട ബ്ലെൻഡ് ആട്ടോ, കോട്ട ബ്ലെൻഡാണ്. അപ്പോൾ അത് കോട്ടൺ പോലെ തന്നെ കിടന്നോളും. ഇത് സ്റ്റാർച്ച് മുക്കി ഇപ്പോൾ വന്നേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് സ്റ്റാർച്ച് മുക്കി വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിലും നല്ലതായിട്ട് ഒതുങ്ങി കിടക്കണമെങ്കിൽ അത് സ്റ്റാർച്ച് മുക്കായിരുന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട ഷിഫോൺ മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത്. ഇത് ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ ഇടാൻ നല്ല കേട്ടോ, കാരണം അത്രയും ഭംഗിയുള്ള ഐറ്റമാണ്. ബോട്ടം ആണെങ്കിലും കോട്ടൻ്റെ തന്നെ ഒരു ഫാബ്രിക് തന്നെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ടിലും ബാക്കിലും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്പർ AC 195, റേറ്റ് വെറും 1290 മാത്രമേ ഉള്ളൂ. 1290. നമ്മുടെ ഗീവ് അവേസ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിപ്പോൾ കളറ് നമ്മൾ നോക്കിയപ്പോൾ ഞാൻ ഓർത്ത് ഇത് ഗ്രീൻ തന്നെയാണ്. പക്ഷേ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ലൈറ്റ് യെല്ലോ പോലെ തോന്നിക്കും. അപ്പോൾ രണ്ടും കൂടെ ചേർന്നിട്ട് നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. ലൈറ്റ് യെല്ലോയിഷ് ഗ്രീൻ എന്ന് വേണമെങ്കിൽ കണക്കൂട്ടാം. നല്ല അടിപൊളി കളറാട്ടോ, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു ഷെയ്ഡ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫുൾ വർക്ക്. ഇത് ഒരു ബ്ലെൻഡ് ആട്ടോ, സിൽക്കി കോട്ടയുടെ തന്നെ ബ്ലെൻഡഡ് ഫാബ്രിക്കാണ്. അപ്പോൾ ഇതിലങ്ങനെ ഒത്തിരി സ്റ്റാർച്ച് മുക്കിയിട്ടില്ല. ഇത് കണ്ടില്ലേ, അപ്പോൾ നന്നായിട്ട് ഒതുങ്ങി കിടന്നോളൂ. ഫ്രണ്ടിലും ബാക്കിലും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വർക്ക് പോയിട്ടുണ്ട്. ദുപ്പട്ട ഫുള്ളായിട്ട് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ഐറ്റമാണ്. നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഒറ്റ ഇതിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യെല്ലോ പോലെ തോന്നിക്കും, പക്ഷേ അടുപ്പിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് ഒരു ഗ്രീൻ ടോൺ വരുന്നുണ്ട്. അപ്പോൾ 2 ഷെയ്ഡും കൂടെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി കളർ. ബോട്ടം സെയിം കളർ തന്നെ. അപ്പോൾ ഇതിൻ്റെ നമ്പർ AC 193, റേറ്റ് 1290. അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ലൈറ്റ് ബ്ലൂയിഷ് ഗ്രീൻ കളറാട്ടോ. അതായത് ഗ്രീനും അല്ല ബ്ലൂ അല്ലാത്തൊരു ഷെയ്ഡ്, പക്ഷേ ഭയങ്കര ഭംഗിയുള്ളൊരു കളറാട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണുമ്പം ബ്ലൂവിൻ്റെ തന്നെ നമ്മുടെ സ്കൈ ബ്ലൂവിൻ്റെ ലൈറ്റ് ഷെയ്ഡ് പോലെ തോന്നിക്കുമായിരിക്കും, പക്ഷേ അതിലും ഭംഗിയുള്ള കളറാണ്. ഗ്രീൻ്റെയും ബ്ലൂവിൻ്റെയും കൂടെ ഒരു ബ്ലെൻഡ് ആയിട്ടുള്ളൊരു കളറാണ്. നല്ല രസമുണ്ട് കേട്ടോ. എല്ലാ ഷെയ്ഡ്സും നല്ലതാണ്. മാത്രമല്ല ഈ ഒരു വർക്ക് ഫുള്ളായിട്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു 1500 റേഞ്ചൊക്കെ തോന്നിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. പക്ഷേ അതിന് മാത്രം പൈസ നമുക്ക് അതിന് വരുന്നില്ല. ശരിക്കും ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റും. ദുപ്പട്ടയൊക്കെ ഇങ്ങനെ ചേർത്തിരുന്നവർക്ക് ഭയങ്കര നല്ലതാണ്. പിന്നെ ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഷിഫോൺ ഫാബ്രിക് ഈസി ആയിട്ട് ഇട്ടുകൊണ്ട് പോകാനൊക്കെ അങ്ങനെ നോക്കുന്നവർക്ക് നല്ല ഐറ്റമാണ്. അങ്ങനെ കിടന്നോളും, ഉണ്ടെന്ന് പോലും അറിയില്ല. അങ്ങനെയൊക്കെ ഷോൾ അങ്ങനെ സിമ്പിളായിട്ടൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല ഐറ്റം കേട്ടോ. എന്നാൽ ഫുൾ വർക്കും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്പർ AC 196, റേറ്റ് 1290. ഇതിൻ്റെ 4ാമത്തെ ഷെയ്ഡ് ലൈറ്റ് പിങ്ക് കളറാണ് കേട്ടോ. അതായത് നോർമൽ നമ്മുടെ ബേബി പിങ്കിനേക്കാളും ഭംഗിയുള്ള കളറാണ്. അതായത് ലൈലാക്ക് മിക്സ് ആയിട്ടുള്ള ഷെയ്ഡില്ലേ, ചെറിയൊരു ലാവണ്ടറിൻ്റെ ഷെയ്ഡ് കയറി വരുമ്പോൾ ഉള്ള ഒരു കളർ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. നോർമൽ ഒരു പിങ്ക് അല്ല, അതിനേക്കാളും രസമാണ് ഇത് കാണാനായിട്ട്. ഇതിലും ഫുള്ള് വർക്ക് നമുക്ക് ദുപ്പട്ടയിലും കൊടുത്തിട്ടുണ്ട്. ടോപ്പ് കംപ്ലീറ്റ് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് കംപ്ലീറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബോട്ടം സാറ്റിൻ സിൽക്ക് കേട്ടോ. ഇതെല്ലാം വാഷ് ചെയ്ത് ഉപയോഗിക്കാം. കാണാൻ ഭയങ്കര എലഗന്റ് ലുക്കാട്ടോ. ശരിക്കും ആ ഒരു ഫംഗ്ഷനൊക്കെ നിങ്ങൾ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ആ ഒരു വർക്കൊക്കെ മൊത്തത്തിൽ നിൽക്കുമല്ലേ. മാത്രമല്ല ഫ്രണ്ട് പോർഷനിലാണെങ്കിലും ഗ്ലാസ് വർക്കൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നെക്കൊക്കെ നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഇവിടെ വെട്ടാം കേട്ടോ. പിന്നെ ഇത്രയും താത്തി ചെയ്യുന്നവർ എക്സ്ട്രാ ഒരു പീസ് വരുന്ന പോലെ ചെയ്താൽ മതി. അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് നെക്ക് നല്ല ഭംഗിയായിട്ടൊരു ഇങ്ങനെയൊരു ഷേപ്പിലായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് AC 194, റേറ്റ് 1290.